നമ്മുടെ മൊഡ്യൂൾ KTUവിൻ്റെ S4 ട്രിപ്പിളി നമ്മുടെ DC മെഷീൻസിൻ്റെ 4th മൊഡ്യൂളിലെ 3rd ട്യൂട്ടോറിയൽ സീരീസാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലംസ് ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഈക്വലൻറ്റ് സർക്യൂട്ട്, വോൾട്ടേജ് റെഗുലേഷൻ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസാണ്. അപ്പോൾ ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഷിഫ്റ്റിംഗ് ഇമ്പിഡൻസിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ രണ്ട് പ്രോബ്ലം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്രോക്സിമേറ്റും എക്സാക്റ്റ് ഈക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ രണ്ട് പ്രോബ്ലംസും വോൾട്ടേജ് റെഗുലേഷനും, അങ്ങനെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എ 10 kVA 2000 bar 400 volt single phase transformer has R1 5 ohm, അതായത് പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് X1 12 ohm, R2 0.2 ohm and X2 0.48 ohm. Determine the equivalent impedance of the transformer referred to primary side and secondary side. അപ്പോൾ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിത് എന്ത് ചെയ്യാം? റെഫർ ടു പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻ്റ് ഇമ്പിഡൻസ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, പ്രൈമറി സൈഡിലാവുമ്പോൾ R01 ആണ് കാണേണ്ടത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? R1 പ്ലസ് പ്രൈമറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? സെക്കൻഡറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ R2/K² ചെയ്യണം അല്ലേ. അപ്പോൾ അത് ചെയ്താൽ മതി. പിന്നെ X01 ആണെങ്കിലോ, X01 ആണെങ്കിൽ എന്തായിരിക്കും? X1 പ്ലസ് X2/K² ചെയ്യണം അല്ലേ. ഈക്വലൻ്റ് ഇമ്പിഡൻസ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ R02 ആണെങ്കിൽ R2 പ്ലസ് R1 × K² ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ K = 400/2000 ദാറ്റ് ഈസ് ഇക്വൽ ടു 1/5 എഴുതി. റെഫർ ടു പ്രൈമറി ആകുമ്പോൾ R01ഉം X01ഉം ഉണ്ടാവുക. R01 നമുക്കറിയാം R1 പ്ലസ് R2 ഡാഷ് ആയിരിക്കും, അതിന് R2/K² എന്ന് എഴുതാം. ദാറ്റ് ഈസ് 5 പ്ലസ് 0.2 ഡിവൈഡ് ബൈ 1/5 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 10 ohm. അതുപോലെ X01 എന്ന് പറഞ്ഞാൽ X1 പ്ലസ് X2/K² ദാറ്റ് ഈസ് ഇക്വൽ ടു 12 പ്ലസ് 0.48/1/5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 24 ohm. സിമിലർലി Z01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √(R01² പ്ലസ് X01²) യു വിൽ ഗെറ്റ് 26 ohm. അതുപോലെ റെഫർ ടു സെക്കൻഡറി ആകുമ്പോൾ ഡിവൈഡഡ്/K² പകരം പ്രൈമറി എലമെൻസുമായിട്ട് എന്ത് ചെയ്യണം? K² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ R02 പറഞ്ഞാൽ R2 പ്ലസ് R1 ഡാഷ് ആണ്. R1 ഡാഷ് പറഞ്ഞാൽ K² R1 ആണ് അല്ലേ. Therefore it will be 0.2 1.5 1/5 whole square into 5 that is equal to ഇത് കിട്ടി. X02 അതുപോലെ X2 പ്ലസ് K² ഇൻറ്റു X1 ചെയ്തു, അത് കിട്ടി. അതേപോലെ Z02 പറഞ്ഞാൽ √(R02² പ്ലസ് X02 ഹോൾ സ്ക്വയർ എഴുതി, therefore ഇത് കിട്ടി. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ Z02 കാണാൻ വേറെ മെത്തേഡും കൂടി എന്ന് പറഞ്ഞാൽ K² ഇൻറ്റു Z01 ചെയ്താൽ മതി. അപ്പോഴും ഉത്തരം സെയിം ആണ് കിട്ടുന്നത്. A 100 kVA 2200 bar 440 volt transformer has R1 0.3 ohm, X1 1.1 ohm, R2 0.01 ohm and X2 0.035 ohm. Calculate equivalent impedance of the transformer referred to the primary and total copper losses. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്താണെന്നുള്ളത് എഴുതി. പിന്നെ എന്താണ്? എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ 100% ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, കാരണം ഇവിടെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഫിഷ്യൻസി 100% ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫുൾ ലോഡ് പ്രൈമറി കറണ്ട് I1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പവർ എന്താണ്? 100 kVA ഡിവൈഡഡ് ബൈ പ്രൈമറി കറണ്ട്, പ്രൈമറിയിലുള്ള വോൾട്ടേജ്. അതുപോലെ സെക്കൻഡറി കറണ്ട്, ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് I2 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദാറ്റ് kVA ഡിവൈഡഡ് ബൈ 440. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് I1 കണ്ടു കഴിഞ്ഞാൽ I2 കണ്ടു കഴിഞ്ഞാൽ I1 കണ്ടു കഴിഞ്ഞാൽ I2 കാണാൻ I1/K ചെയ്താലും മതി. ഇനി അടുത്തത് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്? ഈക്വലൻ്റ് ഇമ്പിഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു ദി പ്രൈമറി. അപ്പോൾ R01 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 പ്ലസ് R2/K² ആണ് ആണല്ലോ. അപ്പോൾ എന്താണ്? നമുക്ക് R1 അറിയാം, R2 അറിയാം, ഡിവൈഡഡ്/K² ചെയ്തപ്പോൾ ഇത് കിട്ടി. X01 എന്ന് പറഞ്ഞാൽ X1/X2/K² ആണ്. അപ്പോൾ എന്താണ്? 1.1 X1 അറിയാം, X2 അറിയാം, ഡിവൈഡഡ്/K² ചെയ്തപ്പോൾ ഇത് കിട്ടി. Z01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(R01² പ്ലസ് X01² ആണ്, അതും കിട്ടി. ഇനി ടോട്ടൽ കോപ്പർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് I1² R01 ആണ്. ഓക്കെ, I1² R01 ആണ്. അപ്പോൾ എന്താണ്? I1² × R01 ഇതിപ്പോൾ കിട്ടി. ഇനി ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലുള്ള കറണ്ട് ഇൻറ്റു
കറണ്ട് സ്ക്വയർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡറിയിലുള്ള കറണ്ട് സ്ക്വയർ ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R2 ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, സെയിം ആൻസർ കിട്ടും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഈക്വലൻറ്റും സിംപ്ലിഫൈഡ് ഈക്വലൻറ്റ് സർക്യൂട്ടിൻ്റെയും 2 പ്രോബ്ലംസ്. സോ എക്സാക്റ്റ് ആൻഡ് സിംപ്ലിഫൈഡ് ഈക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ 2 പ്രോബ്ലംസാണ്. ഞാൻ ആൻസറും കൂടി എഴുതി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എ 4500 വോൾട്ട് 500 ബാർ 16,000 വോൾട്ട് 1500 kVA 50 Hz ട്രാൻസ്ഫോമർ ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, R0 തന്നിട്ടുണ്ട്, X1, X2, X0 തന്നിട്ടുണ്ട്. ദ ട്രാൻസ്ഫോമർ ഈസ് സപ്ലൈയിങ് ഫുൾ ലോഡ് അറ്റ് എ പവർ ഫാക്ടർ ഓഫ് 0.8 ലാഗിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് എക്സാക്ട് ഈക്വലൻറ്റ് സർക്യൂട്ട് ഫൈൻഡ് ദ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എക്സാക്ട് ഈക്വലൻറ്റ് സർക്യൂട്ട് കണ്ട് വരച്ചു. അപ്പോൾ R1 വരച്ചു, X1 എഴുതി, R2 എഴുതി, X2 എഴുതി, പിന്നെ നമുക്ക് എന്താണ് R0 തന്നിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട് എഴുതി. അപ്പോൾ ഇതിൽ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് ഇൻപുട്ട് കറണ്ട് I1 കാണണം. അപ്പോൾ I1 കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം എന്താണ്, ഇതിൻ്റെ K കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ലോഡ് കറണ്ട് I2 കാണും. ഫുൾ ലോഡ് കറണ്ട് I2 കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റെഫറൻസ് വോൾട്ടേജ് V2 നമ്മൾ കണ്ടുവെക്കും. അപ്പോൾ ഫുൾ ലോഡ് കറണ്ട് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവിടുത്തെ KVA തന്നിട്ടുണ്ടാവും, അത് ഡിവൈഡ് ബൈ V ചെയ്താൽ മതി. അപ്പോൾ I2 കിട്ടിക്കഴിഞ്ഞാൽ ഈ E2 കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. E2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, E2 പറഞ്ഞാൽ എന്താണ്, ഈ V2 മൈനസ് ദിസ് ലോസ് ആണ്. അത് E2 കിട്ടിക്കഴിഞ്ഞാൽ K വെച്ചിട്ട് E1 കണ്ടുപിടിക്കാം. E1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ I2 അറൗണ്ട് K I2 ഡാഷും കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫിഗർ നമ്മുടെ എക്സാക്ട് ഈക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ ഇത് ഓർമ്മ ഉണ്ടാവണം, അത് വരയ്ക്കുക. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറഞ്ഞാൽ എന്താണ് 16,000/4500 ആണ്, ദാറ്റ് ഈസ് 160/45. ഇനി ടേക്കിംഗ് V2 ആസ് ദ റെഫറൻസ് ഫേസർ വി ഹാവ് 16,000 ആംഗിൾ 0° വോൾട്ട്. ഇനി ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് I2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് ഇവിടുത്തെ റേറ്റഡ് KVA ഡിവൈഡഡ് ബൈ V2. റേറ്റഡ് KVA പറഞ്ഞാൽ 1500 KVA ആണ്. അപ്പോൾ 1500 × 10⁻³ ഡിവൈഡഡ് ബൈ 16,000 ദാറ്റ് ഈസ് 93.75 ആംപിയർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോഡ് 8.8 പവർ ഫാക്ടർ ലാഗിങ് ആണ്. ലാഗിങ് ആണെങ്കിൽ മൈനസ് ആണ് ഇടുക. അപ്പോൾ എന്താണ് 93.75 ആംഗിൾ -36.9° ആക്കി. ഇനി Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് R2 പ്ലസ് JX2, ഇതാണ് Z2. ഇതിനെ ആംഗിളിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്കത് അറിയുണ്ടാവും വിചാരിക്കുന്നത്. ഇനി ഇതിന് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറയും, ഇത് പോളാർ ഫോം എന്ന് പറയും. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോം എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചാൽ നമ്മൾ അഡിഷൻ വരുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ അതിൻ്റെ എന്താണ് പറയുക, ഇമാജിനറി പാർട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 ക്വാണ്ടിറ്റിയിൽ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും, മറ്റേ ഇമാജിനറി പാർട്ട് അതായത് ആംഗിൾ ഉള്ള പാർട്ടിനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ എങ്ങനെ പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമിലാക്കും നോക്കാമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഇനി E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം E2 വാട്ട് ഈസ് V2 പ്ലസ് ദിസ് ലോസസ് ആണ്. V2 മൈനസ് അല്ലാട്ട, E2 മൈനസ് ആണ് ഇത് വരിക. V2 പ്ലസ് ദിസ് ലോസസ് ദാറ്റ് ഈസ് V2 പ്ലസ് I2 Z2. നേരത്തെ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതായിരുന്നു. അപ്പോൾ 16,000 ആംഗിൾ 0 ഇത് കിട്ടി. ഇവിടെ I2 എഴുതി, Z2 എഴുതി. അപ്പോൾ എന്താണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് 93.75 ഇൻറ്റു 1.41 അല്ലേ. അപ്പോൾ അതെന്താണ് 132.19 ആംഗിൾ ഇത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് -36.9 ഇതും കൂടി ആഡ് ചെയ്തപ്പോൾ 34.92 കിട്ടി. ഇനി എന്താണ് നമുക്കുള്ളത്, ഇതിനെ നമ്മൾ പിടിച്ചിട്ട് ഇതിനെ റെക്റ്റാങ്കുലർ ഫോം ആക്കി, ഇതിനെയും റെക്റ്റാങ്കുലർ ഫോം ആക്കിയിട്ട് ആഡ് ചെയ്തപ്പോൾ യു വിൽ ഗെറ്റ് 16108J75.7. അപ്പോൾ നമുക്ക് E2 വരെ കിട്ടി. ഇനി E1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, E2/K ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ കിട്ടി. ഞാനതിനെ റെക്റ്റാങ്കുലർ ഫോം ആക്കി. ഇനി I2 ഡാഷും ഞാൻ പറഞ്ഞു വന്നത് K × I2 ചെയ്താൽ മതി. അപ്പോൾ I2 ഡാഷും നമ്മൾ എന്ത് ചെയ്തു, K × I2 ചെയ്തു. അപ്പോൾ K എന്ന് പറഞ്ഞാൽ
എന്താണ് 160/45 അല്ലേ. ഇവിടെ 1/k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/160/45 ആണ്, 45/160 എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടി. ഇനി IW പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് IW? ദിസ് E1 ഡിവൈഡഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് അല്ലേ. IW ഈസ് ഈക്വൽ ടു E1 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആകുമ്പോൾ അവിടുത്തെ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് കിട്ടി. ഇനി IM എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് 0 ആയിരിക്കും, ഇവിടെ ഇമാജിനറി പാർട്ട് 256 ഉണ്ടാവും, J256. അതാണ് IM ചെയ്തിട്ടുള്ളത്. ഇനി I0 ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫേസർ സമ്മാണ്, അതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. I0 ആണ് IW IMൻ്റെ ഫേസർ സമ്മാണ്. ഈ ഫിഗർ എപ്പോഴും നിങ്ങൾ കയ്യിൽ വരച്ച് വെക്കണം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ആവും, ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ വയ്യ. ഇനി I1 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് I1? ദിസ് I0 പ്ലസ് I2 ഡാഷ് ആണ്. അപ്പോൾ എന്തായി? അതിവിടെ എഴുതി I1 ഈക്വൽ ടു I2 ഡാഷ് പ്ലസ് I0. നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടി. ഇതാണ് I1. ഇനി നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം. എ 4000 bar 400 volt 10 kVA transformer has primary and secondary winding resistance of 13 ohm and 0.15 ohm respectively. The leakage reactance referred to primary is 45 ohm. The magnetizing impedance referred to primary is 6 kilo ohm and the resistance corresponding to the core loss is 12 kilo ohm. Determine the input current when the secondary terminals are open circuited and when the secondary load current is 25 ampere at a power factor of 0.8 lagging. യൂസ് സിംപ്ലിഫൈഡ് ഈക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈഡ് ഈക്വലന്റ് സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് നോക്കുക. പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് R1 R2 തന്നിട്ടുണ്ട്. ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി, അതെന്താണ്? റെഫേർഡ് ടു പ്രൈമറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി പറഞ്ഞാൽ X2 ഡാഷ് ആണ് തന്നിട്ടുള്ളത്. മാഗ്നറ്റൈസിങ് ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി, മാഗ്നറ്റൈസിങ് ഇമ്പിഡൻസ് അല്ലേ. ലീക്കേജ് റിയാക്റ്റൻസ് റെഫർ ടു പ്രൈമറി ഒന്ന്, മാഗ്നറ്റൈസിങ് ഇമ്പിഡൻസ് റെഫർ ടു, അതുപോലെ കോർ ലോസും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു? അത് വെച്ചിട്ട് ഇത് വരച്ചു കേട്ടോ. ഇങ്ങനെ വന്നു. R1 R2 ഡാഷും കാണണം, ലീക്കേജ് ഇമ്പിഡൻസും റെഫർ ടു പ്രൈമറി എല്ലാം കൂടിയിട്ടാണ് X01 വെച്ചിട്ട്. അപ്പോൾ വാല്യൂ ഓഫ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N2/N1 ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇതെന്താണ്? അല്ല, V2/V1 ചെയ്തപ്പോൾ ഇത് കിട്ടി. R01 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ഡാഷ് ആണ്. അപ്പോൾ R1 പ്ലസ് R2/K² ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി അടുത്തത് X01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ohm നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്ത്? ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറീസ്, അത് ടോട്ടൽ റിയാക്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഇനി കോർലോസ് കമ്പണൻറ്റ് ഓഫ് കറണ്ട് ഈസ് ഗിവൺ ബൈ IW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് IW? ദിസ് V1 ഡിവൈഡഡ് ബൈ ദിസ് അല്ലേ. അപ്പോൾ അതാണ് ഈ ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റൈസിങ് കറണ്ട് എന്താണ്? ദിസ് V1 ഡിവൈഡഡ് ബൈ IM. അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് ചെയ്തു. ഇനി നോ ലോഡ് കറണ്ട് I0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇതാണ് അല്ലേ, രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടി. അതിനെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി സെക്കൻഡറി ലോഡ് കറണ്ട് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 25 ആംപിയർ ആണ്. പിന്നെന്താണ്? പോയിൻറ്റ് പവർ ഫാക്ടർ വന്നിട്ടില്ലേ. അപ്പോൾ അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ദാറ്റ് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ -36.9 ഡിഗ്രി വന്നു. I2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K × I2 എന്ന് ഞാൻ മുന്നത്തെ പ്രോബ്ലത്തിലും പറഞ്ഞു. നിങ്ങൾ ആ ഫിഗർ വരച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ യു വിൽ ഗെറ്റ് ദിസ് വൺ. ഇൻപുട്ട് കറണ്ട് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 ഡാഷും I0 കൂടി ആഡ് ചെയ്താണ്. അപ്പോൾ എന്തായി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഈ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് സർക്യൂട്ട് വെച്ചിട്ട്. അപ്പോൾ സിംപ്ലിഫൈഡ് സർക്യൂട്ട് കുറച്ചും കൂടി എളുപ്പമായി അല്ലേ. നെക്സ്റ്റ് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് പ്രോബ്ലംസ് ചെയ്യാം. രണ്ടെണ്ണം ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാപ്പ് ടൈം ഉണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്കൊരു 14 മിനിറ്റിൻ്റെ അടുത്തായി അല്ലേ. അപ്പോൾ ഞാൻ നോക്കട്ടെ. A 10 kVA 2000 bar 400 volt single phase transformer has the following data: R1 is equal to 5 ohm, X1 is equal to 12 ohm, R2 is equal to 0.2 ohm and X2 is equal to 0.548 ohm. Determine the secondary terminal voltage at the full load, 0.8 power factor lagging when the primary supply voltage is 2000 volt. അപ്പോൾ K എന്താണെന്നുള്ളത് നമ്മൾ എഴുതി. R0 എന്താണ്? R2 പ്ലസ് K² R1 ആണ്. X0 എന്താണ്? X2 പ്ലസ് K² X01. X0 പറഞ്ഞു കഴിഞ്ഞാൽ X2 പ്ലസ് K² X1. ഇനി നമുക്ക് എന്താണ്? ഡിറ്റർമിൻ ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ് അല്ലേ. 0.8 പവർ ഫാക്ടർ ലാഗിങ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് I2 പറഞ്ഞ സാധനം എന്താണ്? നമ്മളുടെ
KVA ഡിവൈഡഡ് ബൈ സെക്കൻഡറി വോൾട്ടേജ്. കോസ് ഫൈ ടു പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ആണ്. അപ്പോൾ അതിൽ നിന്ന് സൈൻ ഫൈ ടു 0.6 ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, തൊട്ട് മുന്നത്തെ ആർട്ടിക്കിളിൽ പഠിച്ചതാണ്. I2 ഇൻറ്റു R0 എക്സ് കോസ് ഫൈ ടു പ്ലസ് X0 സൈൻ ഫൈ ടു എന്നുള്ളതാണ്. അതിൽ I2 അറിയാം, ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഒക്കെ കണ്ടുപിടിച്ചത് എന്തിനാണ്, അതുകൊണ്ടാണ് കേട്ടോ. R0 കോസ് ഫൈ ടു ഇതൊക്കെ ഇട്ടപ്പോൾ എന്തായി, ഈ വാല്യൂ കിട്ടി. ഇനി സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് ഫുൾ ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് ഫുൾ ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ V1 ഇവിടെ തന്നിട്ടുള്ള വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡറി വോൾട്ടേജ് മൈനസ് എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ്. ഇനി primary and secondary windings of a 40 kVA 6600 bar 250 volt single phase transformer have resistance of 10 ohm 0.02 ohm respectively. The leakage reactance of the transformer referred to the primary side is 35 ohm. Calculate the percentage voltage regulation of the transformer when supplying full load current of at a power factor of 0.8 lagging. അപ്പോൾ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സ് ഓഫ് എ 40 kVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജും നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് 10 ഓമും 0.02 ഓം. അപ്പോൾ പ്രൈമറിയിൽ R1 10ഉം R2 0.02 ആണ് തന്നിട്ടുണ്ട്. ദ ലീക്കേജ് റിയാക്ടൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ റെഫർ ടു ദ പ്രൈമറി സൈഡ്, ലീക്കേജ് റിയാക്ടൻസ് റെഫർ ടു പ്രൈമറി സൈഡ് 35 ഓം ആണ് തന്നിട്ടുണ്ട് അല്ലേ. റെഫർ ടു പ്രൈമറി സൈഡ്. കാൽക്കുലേറ്റ് ദ പേഴ്സൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ നേരത്തെ പോലെ K കണ്ടുപിടിച്ചു, R01 കണ്ടുപിടിച്ചു അല്ലേ. X01 തന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലോഡ് പ്രൈമറി കറണ്ട് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KVA ഡിവൈഡഡ് ബൈ ദാറ്റ് സൈഡ് വോൾട്ടേജ്. കോസ് ഫൈ ടു തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് സൈൻ ഫൈ ടു കണ്ടുപിടിക്കാം. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് പറഞ്ഞാൽ എന്താണ്, നേരത്തെ നമ്മളിവിടെ വോൾട്ടേജ് ഡ്രോപ്പ് സെക്കൻഡറിയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ പ്രൈമറിയിൽ ഇവിടെ എന്തായി, I1 ഇൻറ്റു R01 കോസ് ഫൈ ടു പ്ലസ് X01 സൈൻ ഫൈ ടു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വാല്യൂ കിട്ടി. ഇനി എന്താ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ. അപ്പോൾ വോൾട്ടേജ് നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ്, ആ വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ അവിടുത്തെ വോൾട്ടേജ് ഇതാ പോലെ നോ ലോഡ് വോൾട്ടേജ് അല്ലേ. നോ ലോഡ് വോൾട്ടേജ് ബൈ ഫുൾ ലോഡ് വോൾട്ടേജ്, നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ബൈ ഫുൾ ലോഡ് അല്ലേ. സോറി, നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്, നമുക്ക് വരാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നോ ലോഡ് വോൾട്ടേജ് ഡിവൈഡ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ബൈ നോ ലോഡ് വോൾട്ടേജ് ആണ് കേട്ടോ. തെറ്റരുത്, ഞാൻ ഇത്രയും നേരം ഇതായപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 243 ആണ് വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എന്താണ് നോ ലോഡ് വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 6000. അപ്പോൾ അത് ചെയ്തപ്പോൾ 3.7% കിട്ടി. അപ്പോൾ ഇനി 2-3 ടൈപ്പ് പ്രോബ്ലംസും കൂടി ഉണ്ട്. അത് നിങ്ങൾ VK ടെക്സ്റ്റ് അല്ലെങ്കിൽ തെരേജ അല്ലെങ്കിൽ ബിംബ്രോ ഒക്കെ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഒരു 16 മിനിറ്റ്സിൻ്റെ അടുത്തായില്ലേ, 17 മിനിറ്റ്സിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.